ഷാനവാസെ, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. പൊക്ക അവിടുന്ന് ബാക്കിലേക്ക് നീ ബസിന്റെ ബാക്കിലേക്ക് സദ്യ നടക്കണ്ട. ഞാൻ നീ എന്തിനാ ഇതിന്റെ ഇടയിൽ വരുന്നത്? നീ എന്തിനാ ഇതിന്റെ ഇടയിൽ? എനിക്ക് ഒരാളുടെ സഹായം വേണ്ട. എനിക്ക് എന്റെ കാര്യം പറയാൻ അറിയാം. മനസ്സിലായോ? പാർട്ടിയിൽ ഗ്രൂപ്പ് വഴക്ക് തുടങ്ങിയോ? ഷാനവാസ് കേൾക്കേണ്ട ഒരു വിഷയമല്ലത്. മനസ്സിലായോ? അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. നിങ്ങൾക്ക് അതേപോലെ ഡെയിലി കിട്ടുന്ന പോലെയാണ് നിങ്ങളുടെ ഒരു പെരുമാറ്റം. അതെ, ഞാനത് നിധി പോലെ ട്രഷർ പോലെയാണ് അതിനുള്ളിൽ വെച്ചിരുന്നത്. ഷാനവാസിന് ചിലപ്പോ ആ കോയിൻ അത്ര വിലപിടിപ്പുള്ളതാവില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അമൂല്യമായിട്ടുള്ള ഒരു നിധിയാണ്. എന്തായിരുന്നു ഒരു കാലത്ത് രണ്ടാളുടെ സ്നേഹം? ഈച്ചയും ചക്കരയും പോലെ അല്ലായിരുന്നോ? ഒരു പായലുറങ്ങി ഒരു പാത്രത്തിലുണ്ട്. തമാശിച്ച് നിൽക്കാനുള്ളതല്ല. നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കരുത്ത് എടുക്കണ്ട. മര്യാദെങ്കിൽ പണിക്കരും മര്യാദ, പണിക്കരും മഹാപേശകം. ഞാനൊരു ഡയറക്ടറുടെ അടുത്ത്, ഇത്രയും വലിയൊരു ഡയറക്ടറുടെ അടുത്ത് കഥ പറഞ്ഞിട്ട് കിട്ടിയ കാര്യമാണ്. എനിക്കിപ്പോ തന്നെ ശരിക്കും മനസ്സിലായി. നമ്മൾ തമ്മിൽ സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടാ. നമ്മൾ തമ്മിൽ ശരിയാവില്ല. നമുക്ക് പിരിയാം. അതാ നല്ലത്. നിങ്ങൾ വലിയ നടന്മാരായിരിക്കും. നിങ്ങൾ ഒരുപാട് സീരിയലും സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. നിങ്ങൾ വലിയ നടന്മാരായിരിക്കും. നിങ്ങൾ ഒരുപാട് സീരിയലും സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് അഹങ്കാരം മാത്രം കാണിക്കരുത്. അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ. കിച്ചണിലെ ജോലിയുണ്ട്, അവിടെ കിടന്ന് ചെയ്യണ്ടെങ്കിൽ പോരെ. കിച്ചണിലെ ജോലി ഈ തല്ലുകൂടാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ വിശ്വസിച്ചു പോയി. ഒരാളോട് വഴക്ക് കൂടണമെങ്കിലും ചെറിയൊരു വിശ്വാസം ഉണ്ടാവും. ഞാൻ എങ്ങനെ പറഞ്ഞോടാ? ആത്മാർത്ഥ സുഹൃത്തിനെ കശാപ്പുശാലിലേക്ക് തള്ളിവിട്ട ദുഷ്ടനാണ്. വിശ്വാസം തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനു വഴക്കൂടണം, എന്തിനു സംസാരിക്കണം? വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് വിശ്വാസ തകർച്ച വരിക. എനിക്കറിയില്ലേ സത്യസന്ധമായിട്ട് പെരുമാറാണ്ടിരിക്കാനായിട്ട്? എനിക്കറിയില്ല. എന്നാലും പഹയ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരമുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാഴ്ചയാ മതിയല്ലോ എന്ന് കരുതിയ. ഇതൊരു പാഠാണ്, ഇതൊരു ലെസനാണ്. സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ അത്രമാത്രം കെയർഫുൾ ആയിരിക്കണം. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ.